പാറ്റ സമരത്തിലെ നന്മമരത്തിന്റെ പൂച്ച് വെളിച്ചത്തായി. 35 ദിവസത്തോളം നീണ്ടുനിന്ന പാറ്റ സമരത്തിൽ ഭക്ഷണ വിതരണത്തിനായി 4 കോടിയോളം രൂപയാണ് ജുനൈദ് പൊടിച്ചത്. കഴിക്കാൻ സമരവേദിയിൽ ആളില്ലെങ്കിൽ വഴിയെ നടന്നു പോകുന്നവരെ വിളിച്ചുകൂട്ടി ജുനൈദ് ഭക്ഷണം നൽകിയിരുന്നു. എന്നാൽ ജുനൈദിന്റെ ഈ അതിവിനയത്തിലും ദാനധർമ്മത്തിലും ആദ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചെത്തിയത് ഒരു മൗലാനയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഒരു മുല്ല പാറ്റ പാർട്ടിയെ സഹായിക്കാനെന്ന പേരിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. നീ ഈ ട്രക്ക് കണക്കിന് ഭക്ഷണം പാവപ്പെട്ടവർക്കോ ഫക്കീറുകൾക്കോ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്കോ കൊടുക്ക്. ഈ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്നാണ് വന്നത്. അയാളുടെ പുറകെ CI ആണോ ISI ആണോ ഡീപ് സ്റ്റേറ്റ് ആണോ എന്നുപോലും അറിയില്ല. ഇതൊന്നും അറിയാതെ താടി വെച്ചിറങ്ങിയിരിക്കുകയാണ് മുല്ല. ഇതിന്റെ പേരിൽ തന്റെ വീട് പോയാൽ പോലും പ്രശ്നമില്ലെന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നുണ്ട്. പേപ്പർ ലീക്കിനെ കുറിച്ച് വിവരങ്ങൾ കണ്ടെത്തുകയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും പരീക്ഷ വീണ്ടും നടത്തുകയും ചെയ്തപ്പോഴാണ് ദീപ്കെ ഗ്രൂപ്പിന് വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണമെന്ന ബോധം വന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. കേരളത്തിലടക്കം നടക്കുന്ന പരീക്ഷാ തിരിമറികൾക്ക് ഇതോടെ അന്ത്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ജുനൈദ് ഇപ്പോൾ ഇരവാദവുമായി ഇറങ്ങിയിരിക്കുകയാണ്. സമരം കഴിഞ്ഞപ്പോൾ ദീപ്കയും കൂട്ടരും 5 സ്റ്റാർ ഹോട്ടലിൽ വിജയാഘോഷത്തിനായി വലിയ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ജുനൈദിന് ഇതിൽ ക്ഷണം ലഭിച്ചില്ല. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന പരിതാപത്തിന് ഒടുവിൽ BBC-യിലെ പത്രക്കാരനും കുറച്ച് രാഷ്ട്രീയ നേതാക്കളും ആശ്വാസമായി. അവിടെയും നിന്നില്ല കാര്യങ്ങൾ. ജുനൈദിന്റെ വീട് UP-യിലായതുകൊണ്ട് ഈ 35 ദിവസം 4 നേരം തുടർച്ചയായി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യമുയർന്നു. ചെറിയൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ജുനൈദിന് എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്ന് മാത്രമാണ് യോഗി പോലീസിന് അറിയേണ്ടത്. ഇതിനു പുറകെ ജുനൈദിന്റെ ഭാര്യയും രംഗത്തെത്തി. ഇവർ പറയുന്നതനുസരിച്ച് ഭാര്യയ്ക്കും കുട്ടികൾക്കും നേരെ ചൊവ്വെ ഭക്ഷണത്തിനുള്ള വക കൊടുക്കാതിരുന്ന ജുനൈദാണ് കോടികൾ ചിലവാക്കി തീറ്റ പാർട്ടി നടത്തിയത്. ജുനൈദിന്റെ ഭാര്യ ആരോപിക്കുന്നത് ജുനൈദിന്റെ ബാപ്പ ആഭിചാര ക്രിയകൾ നടത്തി ആൾക്കാരെ മതം മാറ്റിക്കും. മദ്രസയിൽ മതം മാറ്റം നടക്കുമ്പോൾ വീടിന്റെ ബേസ്മെന്റിൽ പശുവിനെ അറുക്കുമായിരുന്നു. ജുനൈദിന്റെ അളിയൻ ജുഹൈസ് ആരോപിക്കുന്നത് മതപരിവർത്തനമായിരുന്നു ജുഹൈദിന്റെ പണി. സഹോദരിയെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ജുനൈദിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ പല സ്റ്റേഷനുകളിലും കേസുണ്ട്. ഏകദേശം 8ഓളം FIR ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഗ്യാങ് വലുതായതുകൊണ്ട് എപ്പോഴും രക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതൊക്കെ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ വീടിന്റെ ബേസ്മെന്റിൽ പലതരം ആയുധങ്ങളുണ്ട്. തോക്കിന്റെ വരെ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ബോംബെ വരെ നെറ്റ്വർക്കുള്ള വലിയ ഗ്യാങ്ങാണ് ജുനൈദിന് പിന്നിലെന്നാണ് അളിയൻ ആരോപിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് ജുനൈദ് നിലവിളിക്കുമ്പോൾ ചിലർ അഭിപ്രായപ്പെടുന്നത് പോലീസ് പറയുന്നത് 4.5 കോടി ചിലവായെന്നാണ്. ഒരു ഇന്റർവ്യൂവിൽ ജുനൈദ് തനിക്ക് ഇത്രയും രൂപ ചെലവാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് പറയുന്നതും കേട്ടു. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നു. വിദേശത്ത് നിന്ന് ഫണ്ടിംഗ് വരുമ്പോൾ പോലീസ് സ്വാഭാവികമായും അന്വേഷിക്കുമല്ലോ. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വിദേശ ഫണ്ട് സ്വീകരിച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നോക്കിയാൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് അയാൾ കാണിച്ചതെല്ലാം വിഡ്ഢിത്തരമാണ്. അയാളെ ഞാൻ മുസ്ലിം വിരോധിയും ദേശവിരോധിയുമായാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പൈസ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം പോലീസിനുമുണ്ട്, സർക്കാരിനുമുണ്ട്.